നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ വിജയക്കുതിപ്പ് തുടരുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ഭാവി ഭരണകാലത്തെക്കുറിച്ച് നിർണായക വിലയിരുത്തലുമായി പ്രമുഖ സെഫോളജിസ്റ്റും ആക്സിസ് മൈ ഇന്ത്യയുടെ സ്ഥാപകനുമായ പ്രദീപ് ഗുപ്ത രംഗത്ത്. നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണ മികവിൽ പെട്ടെന്ന് വലിയൊരു ഇടിവുണ്ടാകത്തിടത്തോളം കാലം അവർക്ക് ദീർഘകാലം അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്നാണ് പ്രദീപ് ഗുപ്തയുടെ നിരീക്ഷണം. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ദീർഘകാലം അടക്കി ഭരിച്ച കോൺഗ്രസിന്റെ ആധിപത്യവുമായി ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ മുന്നേറ്റത്തെ ഉപമിച്ച അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ മറ്റൊരു ഏകകക്ഷി ആധിപത്യത്തിന്റെ ഘട്ടത്തിലാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും കൃത്യമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിച്ച് രാജ്യത്തെ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയാണ് പ്രദീപ് ഗുപ്ത. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ നടൻ വിജയ് നയിക്കുന്ന ടി.വി.കെ പാർട്ടിയുടെ തകർപ്പൻ വിജയം കൃത്യമായി പ്രവചിച്ച ഏക എക്സിറ്റ് പോളും ആക്സിസ് മൈ ഇന്ത്യയുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏറെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. ബി.ജെ.പി എത്ര വർഷം കൂടി അധികാരത്തിൽ തുടരാൻ സാധ്യതയുണ്ടെന്നതിന്റെ ഒരു ഏകദേശ കണക്കും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പാർട്ടിയുടെ നിലവിലെ രാഷ്ട്രീയ ആധിപത്യഘട്ടം കുറഞ്ഞത് 20 വർഷമെങ്കിലും നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് PTI വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഗുപ്ത വ്യക്തമാക്കുന്നത്. ഭരണകക്ഷിയുടെ ഭരണ മികവ് കാര്യമായി ദുർബലപ്പെടാത്തിടത്തോളം കാലം അവരുടെ ഈ സുരക്ഷിത സ്ഥാനം തുടരുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. രാഷ്ട്രീയത്തിലെ ഈ ആധിപത്യ സ്വഭാവത്തെ കോൺഗ്രസിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാണ് പ്രദീപ് ഗുപ്ത വിശദീകരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു നിശ്ചിത സമയപരിധി അല്ലെങ്കിൽ ഒരു ചാക്രിക രീതി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മുമ്പ് കോൺഗ്രസ് പാർട്ടി 1977 വരെ രാജ്യത്ത് തുടർച്ചയായി ഭരണം നിലനിർത്തിയിരുന്നു. അതിനുശേഷമാണ് അവർക്ക് കനത്ത പ്രതിസന്ധികൾ നേരിട്ട് തുടങ്ങിയത്. അന്നത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ തലമുറയുടെ ആയുസ് ഏകദേശം 20 വർഷമാണെന്നാണ് കണക്കാക്കിയിരുന്നത്. ആ 20 വർഷത്തെ രാഷ്ട്രീയ ചക്രം ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സമാനമായ രീതിയിൽ ബി.ജെ.പിക്കും ദീർഘകാലത്തേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരാൻ ഈ ഘടന സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ഈ വലിയ വിജയം നിലനിർത്തണമെങ്കിൽ ബി.ജെ.പിക്ക് ഇനി സാധാരണ പ്രകടനം പോരാ, മറിച്ച് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭരണസഖ്യത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാവി പൂർണ്ണമായും നിലവിലെ സർക്കാരിന്റെ പ്രകടനത്തെ ആശ്രയിച്ചായിരിക്കും. ഇത്രയും വലിയൊരു ജനവിധി തുടർച്ചയായി ലഭിച്ചതിനു ശേഷം ബി.ജെ.പിയിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷകളും ആകാശത്തോളമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബി.ജെ.പിക്കും NDA സഖ്യത്തിനും വരും ദിവസങ്ങളിൽ തങ്ങളുടെ മികവ് തെളിയിച്ചേ മതിയാകും. അവരുടെ പ്രകടനം ജനങ്ങൾക്ക് മുന്നിൽ ദുർബലമാകുകയോ മോശമാകുകയോ ചെയ്യാത്തിടത്തോളം കാലം അവർ ജയിച്ചുകൊണ്ടേയിരിക്കുമെന്നും പ്രതിപക്ഷത്തിന് പരാജയം തന്നെയായിരിക്കുമെന്ന് ഫലമെന്നും ഗുപ്ത കൂട്ടിച്ചേർക്കുന്നു. അതേസമയം പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് നേരിടുന്ന തിരിച്ചടികൾക്ക് കാരണം അവരുടെ മുൻകാല ഭരണം തന്നെയാണെന്നാണ് ഗുപ്തയുടെ പക്ഷം. മുൻകാലങ്ങളിലെ മോശം ഭരണത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ മനസ്സിലെ കടുത്ത കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പാരമ്പര്യ പ്രശ്നങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ട്. ഇത് അവരുടെ രാഷ്ട്രീയ തിരിച്ചുവരവ് കൂടുതൽ ദീർഘമേറിയതും കഠിനമായ ഒരു പ്രക്രിയയാക്കി മാറ്റുകയാണ്. വരാനിരിക്കുന്ന 2029 തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും അത് കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതിരുന്നിട്ട് ഏകദേശം 15 വർഷമാകും എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ മുഴുവൻ തങ്ങൾക്ക് അനുകൂലമായി ബോധ്യപ്പെടുത്താനും ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനും കോൺഗ്രസിന് കുറഞ്ഞത് 5 വർഷം കൂടി വേണ്ടിവരുമെന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. എന്നാൽ അധികാരം എപ്പോഴും ഒരു കനത്ത ഉത്തരവാദിത്തമാണെന്നും പ്രദീപ് ഗുപ്ത ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ ഈ അതിശക്തമായ ആധിപത്യം പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾ അമിതമായി ഉയർത്താൻ കാരണമാകുന്നുണ്ട്. ഒരു പാർട്ടി അല്ലെങ്കിൽ ഭരണാധികാരി വലിയ ഉയരങ്ങളിലെത്തുമ്പോൾ സ്വാഭാവികമായും പിന്നീട് താഴേക്ക് വരാനുള്ള പ്രവണതയും ഉണ്ടാകും. ബി.ജെ.പിയും ഇപ്പോൾ തങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതീക്ഷകൾ ഏറെ വർദ്ധിച്ച അത്തരമൊരു നിർണായക ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.